കൊടുക്കുന്നില്ല. ഈ പദ്ധതി എങ്ങനെ നടന്നു? സംസ്ഥാന സർക്കാർ ഇപ്പൊ കൊടുക്കാൻ റോഡുകൾ വെച്ചു. വീണ്ടും നബാർഡിൽ നിന്ന് കോടിക്കണക്കിന് ലോൺ എടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കാരണം പല റോഡുകളും വെട്ടിപ്പൊളിച്ചു. അത് മൂടണ്ടേ? അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ നബാർഡിൽ വരുമ്പോ, കാരണം തൃശ്ശൂരാണെങ്കിൽ വ്യക്തി പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയും പറയുന്ന എന്നാൽ തെങ്കാശിയിലായാലും മതി എന്നായി അവസാനം തെങ്കാശിയിലേക്ക് പോയി. അങ്ങനെ പറ്റുകൊണ്ടിരിക്കുക. ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ. വലിയ അവസരമില്ല. ഇന്ത്യയിലല്ല, തൃശ്ശൂർ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പുറമടിച്ചിട്ടുണ്ട് എന്നുള്ള കളിയാക്കിയ ആളുകൾ പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്ന് മാറിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് സ്കൂളുകൾ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടാൻ പോയ UDF അവരുടെ MLA മണ്ഡലത്തിൽ, അതായത് ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം ഒരു കണക്കിലാണ്. ഇവിടെ UDF ഗവൺമെന്റിന്റെ കാലത്തോ അതിന് മുമ്പ് ഏതെങ്കിലും ഗവൺമെന്റ് നമ്മുടെ കുഞ്ഞുങ്ങളെ അമേരിക്കയിൽ അയച്ചു പഠിപ്പിച്ചിട്ടുണ്ട്? പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ അമേരിക്കയിൽ അയച്ചു പഠിപ്പിച്ചിട്ടുണ്ടോ, ഇംഗ്ലണ്ടിൽ അയച്ചു പഠിപ്പിച്ചിട്ടുണ്ടോ, ജർമ്മനിയിൽ അയച്ചു പഠിപ്പിച്ചിട്ടുണ്ടോ? അവർക്ക് ലോകത്തെ 500 ആദ്യത്തെ 500 എണ്ണത്തിൽപ്പെടുന്ന ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാലും ആ ഓരോ കുട്ടികൾക്കും 25 ലക്ഷം രൂപ കൊടുത്ത് ഏതാണ്ട് 500-600 കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ത്യക്ക് പുറത്തെ പട്ടികജാതി പട്ടികവർഗ കുടുംബത്തിൽ സമൂഹത്തിൽ ദളിതരായി മാറ്റി നിർത്തിയിരുന്ന പാവപ്പെട്ടവരുടെ മക്കളെ 600-ലധികം കുഞ്ഞുങ്ങളെ നമുക്ക് ഇന്ത്യക്ക് പുറത്തു കൊണ്ടുപോയി ഏറ്റവും ഉയർന്ന ഡിഗ്രി എടുക്കാൻ, അതായത് ഈ ലോകത്തെ 500 യൂണിവേഴ്സിറ്റികൾ, ആദ്യത്തെ 500 യൂണിവേഴ്സിറ്റികൾ അതിന്റെ താഴെ കൊടുക്കൂല. ആ 500 യൂണിവേഴ്സിറ്റികളുള്ളിൽ കടന്നു കയറാൻ കഴിയുന്ന മിടുക്കന്മാരും മിടുക്കരുമായ കുഞ്ഞുങ്ങളെ വിദേശത്തെത്തിച്ച് പഠിപ്പിക്കാൻ ഈ ഇടതുമുന്നണി സർക്കാരിന് കഴിഞ്ഞു. 1ഉം 2ഉം പിണറായി സർക്കാരിന് കഴിഞ്ഞു എന്ന അഭിമാനത്തോടെ വേണം നമ്മൾ ഇരിക്കാൻ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പേടിക്കണ്ട. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ ആരും ഭയന്നൊന്നും ഇരിക്കണ്ട. പഞ്ചായത്ത് ഇലക്ഷൻ അങ്ങനെ ഒഴുക്കുകളൊക്കെ ഉണ്ടാവും. അത് പണ്ട് സംഭവിച്ചുകൊണ്ട് ഇനിയും സംഭവിക്കും. ഞാൻ പറയാറുണ്ട്, എന്റെ അച്ഛൻ പറയാറുണ്ട്, ചിലപ്പോൾ അദ്ദേഹം മരിക്കുമ്പോൾ പറയാറുണ്ട്, എടാ ഇലക്ഷൻ അല്ലയോ, അവസാനത്തെ 20-30 ദിവസം കുറച്ച് കാര്യം വരും, അതാണ് ഇലക്ഷന്റെ റിസൾട്ട്, അല്ലാതെ ഇതൊന്നും നേരത്തെ ഉള്ളതല്ല. അവസാനം പറയും ശബരിമല. ഞാൻ ആലോചിച്ചു, എല്ലായിടത്തും പ്രചരണത്തിന് പോകുമ്പോൾ ഒറ്റ അനൗൺസ്മെന്റേ ഉള്ളൂ UDF-നും BJP-ക്കും. ശബരിമലയിലെ കെട്ടലാകണമല്ല. പിന്നെ തന്ത്രിക്ക് എത്തിയെന്നുള്ള പാട് സോണിയാഗാന്ധി മാത്രമേ ഇനി പാടാൻ ബാക്കിയുള്ളൂ. ബാക്കി സോണിയാഗാന്ധി പാടിയൊന്നും നിങ്ങൾ കേട്ടില്ല. ആ പാട്ടിന്റെ ഫലം ഇപ്പൊ കണ്ടല്ലോ. പാട്ട് പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിന്റെ ഫലം, പോറ്റിയെ കയറ്റിയതാരും മന്ത്രിയല്ല തന്ത്രിയാണ് എന്ന് തെളിഞ്ഞു. നമ്മളല്ല തെളിയിച്ചത്, ഹൈക്കോടതി നേതൃത്വം കൊടുക്കുന്ന അന്വേഷണ സംഘമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആളെ പറ്റിക്കാൻ ഉപയോഗിക്കുക. ഇത് ഹിറ്റ്ലറുടെ കാലത്ത് പോലെ ബീബൽസിന്റെ തന്ത്രം എന്ന് പറയും. അത് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും കേരളത്തിൽ പയറ്റുന്ന ഒരു അടവാണ്. ഒരു കള്ളം